ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വസ്തു ഏതെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ പോലും ഉത്തരം പറയും ചൈനയിലെ വൻമതിൽ. മധ്യകാല ലോകാത്ഭുതങ്ങളിലൊന്നായ ആ വൻമതിൽ കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. ശാഖകളടക്കം 21,196 കിലോമീറ്റർ നീളമുണ്ട് ചൈനയിലെ വൻമതിലിൽ. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ ക്വിൻ രാജവംശത്തിൻ്റെ കാലത്താണ് വൻമതിലിൻ്റെ പണി ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ പ്രതിരോധത്തിനായി പ്രാകൃതമായ മൺമതിലുകൾ ഉണ്ടാക്കാൻ ചൈനക്കാർക്ക് അറിയാമായിരുന്നു. അക്കാലത്തെ ഗോത്രവർഗക്കാരായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത്. ക്രിസ്തുവിന് മുമ്പ് 7-ാം നൂറ്റാണ്ടിൽ ചു രാജവംശം ഇത്തരം മതിലുകൾ ബലപ്പെടുത്തിയിരുന്നതായി രേഖകളിൽ കാണാം. ഇങ്ങനെ പല രാജവംശങ്ങൾ നിർമ്മിച്ച മതിലുകൾ യോജിപ്പിച്ച് ഒന്നാക്കി ബലപ്പെടുത്തുവാൻ ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ക്വിൻ സാമ്രാജ്യകാലത്ത് ചെയ്തത്. ദശലക്ഷക്കണക്കിന് ആളുകൾ രോഗവും അപകടവും അമിത ജോലിയും കൊണ്ട് പണിക്കിടെ മരണമടഞ്ഞിരുന്നു. എല്ലാത്തരം പണികളും കൈകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കല്ല്, മണ്ണ്, ഇഷ്ടിക, ചുണ്ണാമ്പ്, മരം എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ഇവയെല്ലാം കൈമാറിയാണ് നിർമ്മാണ പ്രദേശങ്ങളിൽ എത്തിച്ചിരുന്നത്. ചിലയിടങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനായി ആടുകൾ, കഴുതകൾ എന്നിവയെയും ഉപയോഗിച്ചു. ചൈനയുടെ ഉത്തരമേഖലയിൽ ബോഹായ് ഉൾക്കടലിന് സമീപത്തുള്ള ഷാൻഹായ് ഗുവാനിൽ നിന്നും ആരംഭിക്കുന്ന മതിൽ ഗോബി മരുഭൂമിയിലെ ജിയായു ഗുവാനിൽ അവസാനിക്കുന്നു. മതിലിന് മുകളിലൂടെ ഒരു നടപ്പാതയും ഇതിൽ 100-200 മീറ്റർ ഇടവിട്ട് കാവൽ മാടങ്ങളുമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള പാതയിലൂടെ നടന്ന് ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാനുള്ള ഇടം കൂടിയായി മാറുകയാണ് ഇന്ന് ഈ കാവൽ മാടങ്ങൾ. ചിലയിടങ്ങളിൽ നശിച്ചു തുടങ്ങിയെങ്കിലും ചൈനീസ് ഭരണകൂടം വൻമതിലിനെ ആവുന്നതുപോലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന്. ചൈനയിൽ വിനോദസഞ്ചാരത്തിനെത്തുന്നവരിൽ ഭൂരിഭാഗവും ചൈനീസ് വൻമതിൽ സന്ദർശിക്കുന്നു. ചൈനയുടെ വിനോദസഞ്ചാര മേഖലയുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ വൻമതിൽ. സുരക്ഷാ പരിശോധനയും കഴിഞ്ഞ് പ്രവേശന ടിക്കറ്റും എടുത്ത് ഞങ്ങളുടെ സംഘം ഇതാ വൻമതിൽ കയറാൻ തുടങ്ങിയിരിക്കുന്നു. 32 പേരാണ് ഞങ്ങളുടെ സംഘത്തിലുള്ളത്. 1.5 മണിക്കൂറാണ് ഞങ്ങൾക്ക് അനുവദിച്ച സമയം. ഇതിനിടയിൽ എത്ര ദൂരം കയറാൻ കഴിയും എന്ന് യാതൊരു ഉറപ്പുമില്ല. എങ്കിലും കഴിയാവുന്നത്ര ദൂരം മുമ്പോട്ട് പോകണമെന്ന ആഗ്രഹത്തിലാണ് എല്ലാവരും. കുറേ പേർ 1-ാമത്തെയോ 2-ാമത്തെയോ കാവൽ മാടത്തിൽ എത്തുമ്പോഴേക്ക് തന്നെ ക്ഷീണിച്ച് അവിടെ വിശ്രമം ആരംഭിച്ചു. എന്നാൽ എന്തുതന്നെയായാലും കൺമുന്നിൽ കാണുന്ന അത്രയും ദൂരം സഞ്ചരിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങളിൽ കുറേ പേർ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. ഇടയ്ക്കിടെ നിന്നും മുന്നോട്ടും പിറകിലോട്ടും നോക്കി കാണാവുന്നത്രയും ദൃശ്യങ്ങൾ കണ്ട് പകർത്താവുന്നത്രയും ദൃശ്യങ്ങൾ പകർത്തി. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര. തൊട്ടു മുന്നിലായി ഇപ്പോൾ കാണുന്നത് ഒരു കാവൽമാടം മാത്രം. അവിടെ എത്തിയപ്പോഴോ അതിനുമപ്പുറം നീണ്ടുകിടക്കുന്നു ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ചൈനയിലെ വൻമതിൽ. സമയം തീരാറായിരിക്കുന്നു. എങ്കിലും കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം പലരിലുമുണ്ട്. മറ്റൊരു കാവൽ മാടം ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട്. കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഞങ്ങൾ ധരിച്ചത് ഞങ്ങളാണ് ഏറ്റവും മുന്നിൽ സഞ്ചരിക്കുന്നവർ എന്നാണ്. അതാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നു. അതിനപ്പുറം ഞങ്ങൾ ലക്ഷ്യമിട്ട ആ കാവൽമാടം വരെ എത്തി തിരിച്ചു വന്നതാണ് ആ സുഹൃത്ത്. അവിടെ യാത്രയുടെ ഒരു ഘട്ടം അവസാനിക്കുകയാണ്. ഒരു വഴി അവിടെ അടച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ വഴിയിലൂടെ പോകാൻ വേണ്ടി കഴിയില്ല. കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് ആ അടച്ച സ്ഥലം വരെ എത്തി ഞങ്ങളും തിരിച്ചു നടന്നു.
ഞങ്ങൾക്ക് അനുവദിച്ച സമയം ഏതാണ്ട് തീരാറായിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഞങ്ങളെ കടന്നു പോകുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ. അവരുടെ ഭാഷ അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാകുന്നില്ലെങ്കിലും എല്ലാവരും ഹായ് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഇടയ്ക്ക് വൻമതിലിൻ്റെ പടവുകളിലിരുന്ന് ഫോട്ടോ എടുത്താലോ എന്നുള്ള ചിന്ത ഞങ്ങളിലുണ്ടായി. പടവുകളിൽ ഒന്നിനു പിറകെ ഒന്നായി ഓരോരുത്തരായി ഇരുന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് ആളുകൾ അവിടെ ചെന്നു. അവരും ഞങ്ങളുടെ ഫോട്ടോയിൽ പങ്കാളികളായി. ഞങ്ങൾ തിരിച്ചു നടന്നു. കുറച്ചുകൂടി താഴെത്തുമ്പോഴേക്കഥ ഞങ്ങളുടെ കൂട്ടത്തിൽ കേരളീയ വേഷം ധരിച്ചു വന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ. ഞങ്ങളും അവർക്കൊപ്പം ചേർന്നു. ആദ്യം കുറേ നേരം റിഹേഴ്സൽ, അത് കഴിഞ്ഞ് അവതരണം. പരിപാടി തുടങ്ങിയപ്പോൾ പാട്ടും ആട്ടവും തകൃതിയായപ്പോൾ ചുറ്റും കൂടി നിന്ന ആളുകൾക്ക് കൗതുകം. പലരും മുന്നോട്ടുള്ള യാത്ര മതിയാക്കി അവിടെ ചുറ്റും കൂടി. എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. വീഡിയോയിൽ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി. ഇതുകൂടി ആയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള എല്ലാവർക്കും ആവേശം. പാട്ടുപാടാൻ അറിയാത്തവർ പോലും അറിയാതെ പാടിപ്പോയി. ആടാൻ അറിയാത്തവർ ആട്ടവും തുടങ്ങി. കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാൽ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാൽ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. പിന്നെ എല്ലാവരും ഒരുമിച്ച് മതിലിറക്കം. വൻമതിലിനോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. മെല്ലെ മെല്ലെ താഴോട്ട് കയറുന്നതിനേക്കാൾ വിഷമമായിരുന്നു ചിലർക്ക് ഇറക്കം. എന്നാൽ മറ്റു ചിലരാകട്ടെ പ്രായം പോലും വകവയ്ക്കാതെ ചുറുചുറുക്കോടെ ചാടി ഇറങ്ങുകയായിരുന്നു. I need an intervention, divine intervention, you know. Only in my crucial moments do they pay attention carefully. The shadows of my past welcome me again with a smile. But something deep within, something new, lets me emerge from my cocoon. I only have what's right in front of me. Only you know കുറേ കഴിഞ്ഞ് what is right for ഏറ്റവും താഴെ എത്തിയപ്പോൾ വീണ്ടും ചിലർക്കൊരു മോഹം. നേരത്തെ അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട് അത് ശരിയായി, ഒന്നുകൂടി ഇവിടെ ഒന്ന് അവതരിപ്പിക്കണം. പിന്നെ താമസിച്ചില്ല, എല്ലാവരും അവിടെ ഒത്തുകൂടി. ഫൈനൽ റിഹേഴ്സലിന് ശേഷം വീണ്ടും വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. പെണ്ണെ കുയിലാണ് കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം.
ഓ നിത്തിത്താരാ നിത്തിത്തൈ നിത്തൈ തകതൈ ദൈവം കുട്ടനാടൻ കുഞ്ഞയിലെ കൊച്ചു പെണ്ണെ കുയിലാണ് കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ നിത്തിത്താരാ നിത്തിത്തൈ കുട്ടനാടൻ കുഞ്ഞയിലെ കൊച്ചു പെണ്ണെ കുയിലാണ് കൊട്ടു ഓ നിത്തിത്താരാ നിത്തിത്തൈ